കൂട്ടുകാരെ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഉച്ചലത്തേക്ക് സ്പെഷ്യലായിട്ടുള്ള നല്ല നാടൻ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള പുറപ്പാടിലാണ് അമ്മ. മലക്കറികളെല്ലാം നമ്മുടെ ഫ്രിഡ്ജിൽ നിന്നും ഇരിക്കുന്ന ബോക്സിൽ നിന്നും എടുത്ത് പുറത്ത് വെച്ചു. ഇനി ഞാൻ അമ്മയൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ ഉരുളൻകിഴങ്ങും കുറച്ച് സവാളയും കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്ത് കൊടുത്ത് ഹെൽപ്പ് ചെയ്തു. അമ്മേ രാവിലെ എന്തുവാ പരിപാടി? രാവിലെ സാമ്പാർ വെക്കാനേ മോളെ, പച്ചക്കറി അരിയുക. ഉച്ചലത്തേക്കല്ലേ, ഉച്ചയൂണിന്റെ ഭാഗമായുള്ള സാമ്പാർ. അതെ, അപ്പൊ നമ്മുടെ ഉച്ചയൂണിനുള്ള സാമ്പാറാണ് കൂട്ടുകാരെ അല്ലേ? തോരനും സാമ്പാറും. കണ്ട മലക്കറി എല്ലാം ഇങ്ങനെ അരിഞ്ഞോണ്ടിരിക്കുകയാണ് അമ്മ. അങ്ങനെ അമ്മ വെജിറ്റബിൾസ് എല്ലാം ഇരുന്ന് കട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പം ആ നേരത്തിന് എനിക്ക് കുറച്ച് ജോലിയുണ്ട്, നമ്മുടെ തുണികളൊക്കെ ഒന്ന് ഒതുക്കണം. അങ്ങനെ കൊല്ലത്ത് ഇന്ന് നല്ല വെയിലാണ് മക്കളെ, സൂപ്പർ വെയിൽ. തുണി ഉണക്കണ്ട എല്ലാവർക്കും ഉണക്കാം. കണ്ടില്ലേ ഞങ്ങളുടെ തുണികളൊക്കെ ഉണങ്ങാണ്. വീണ്ടും ഞാൻ അടുക്കളയ്ക്ക് വന്നു. അമ്മ എത്തിപ്പിടിച്ച് ഇത്രയും നീളം ഉണ്ടായിട്ട് എടുത്തത് നമ്മുടെ കുക്കറാണ് കേട്ടോ. ഞാനെങ്ങാനും എടുത്തെങ്കിൽ ഒന്ന് ആലോചിച്ച് എൻ്റെ തലയിൽ കിടന്നതിൻ്റെ കുക്കർ. അങ്ങനെ താണ്ട കൂട്ടുകാരെ അരിഞ്ഞു വെച്ചിരുന്ന മലക്കറികളെല്ലാം അമ്മ നല്ല വൃത്തിക്ക് കഴുകി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അവിടെ നിന്നും കഴുകി ഇതാണ്ട് നമ്മുടെ കുക്കറിനകത്തേക്ക് തന്നെ ഇടുകയാണ് കേട്ടോ. ഞങ്ങൾ പരിപ്പ് ഇപ്രാവശ്യം പരിപ്പിടാതാണ് വെക്കുന്നത്. പരിപ്പിട്ടാൽ നമുക്ക് ഇരിക്കേണ്ട സാമ്പാറായാൽ വളിക്കും കേട്ടോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് പരിപ്പ് തക്കാലം ഇട്ടിട്ടില്ല. അങ്ങനെ താണ്ടേ മലക്കറികളെല്ലാം അരിഞ്ഞ് ലാസ്റ്റാണ് അതിനകത്തേക്ക് തക്കാളിയും സവാളയും കൂടെ അരിഞ്ഞ് ചേർത്തു. പിന്നെ താണ്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇന്ന് കായപ്പൊടി ഇല്ലായിരുന്നു, അതുകൊണ്ട് കായപ്പൊടി ചേർക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അമ്മയ്ക്ക് ഉപ്പും കൂടെ താണ്ടെ അടുത്തോട്ടെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉപ്പൂടിട്ട് ഇവന്മാരിനെ അതോട്ട് ഇനി പുളി ഉണ്ടല്ലോ, കുറച്ച് പിഴിപുളിയും കൂടെ കുഞ്ഞായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ നാടൻ സാമ്പാറിന്. അതുപോലെ ഇനി നല്ല കറിവേപ്പില. ഇന്നലെ നമ്മൾ മലക്കറി മേടിച്ചപ്പോഴത്തേക്ക് നല്ല അടിപൊളി നാടൻ കറിവേപ്പിലാന്ന് തോന്നുന്നു നമുക്ക് കിട്ടിയത്. കൊള്ളായിരുന്നു, എന്തായാലും പാടിയതൊന്നും അല്ലായിരുന്നു. അങ്ങനെ താണ്ട അതെല്ലാം കൂടി ഇട്ട് സെറ്റ് ചെയ്ത് കുക്കർ താണ്ട ഗ്യാസിലേക്ക് അമ്മ വെച്ച് കഴിഞ്ഞു. ഇനി എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ മഴയാണെങ്കിലും കഴുകി ഓരോ സ്ഥലങ്ങളിൽ കാർ ഷെഡ് ഇട്ടുന്ന തുണികളാണ് കേട്ടോ. വെയിൽ നല്ല രീതിയിൽ വന്നല്ലോ, വന്ന സമയത്ത് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ പെറുക്കിയെടുത്ത് ഉണക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന തുണികൾ ഇന്ന് രാവിലെ വെയിൽ കണ്ടപ്പോൾ കഴുകിയതാണേ. അതിനെയും കൂടെ ഞാൻ നമ്മുടെ ഗേറ്റിൽ നല്ല ചൂടാണ്, അങ്ങനെ നമ്മുടെ ഗേറ്റിലോട്ടും കൂടെ ഞാൻ ഇട്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണക്കുക. ഇനി ഉണങ്ങിയ തുണികളെല്ലാം കൂടെ കൊണ്ടുവന്ന് മടക്കി വെക്കുകയാണ്. മഴക്കാലമായ മക്കളെ, വെയിൽ വരുമ്പോൾ ഒരു വെപ്രാള തുണി ഉണക്കാനായിട്ട്. അതാണ് നമ്മുടെ സാമ്പാറിൻ്റെ ബിസിലും വന്ന് സാമ്പാർ റെഡിയായി. ഇനി ഈ സാമ്പാറിനകത്തേക്ക് അടുത്ത ജോലി എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് കടു താളിച്ച് ഒഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ താണ്ടെ കടുവെല്ലാം പൊട്ടാട്ടിങ്ങനെ പൊട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ സാമ്പാറിൻ്റെ ഉപ്പ് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കുഴപ്പമില്ല, ഉണ്ട്. ഇനി താണ്ട് നല്ല സാമ്പാറാണേ, കടുവൊക്കെ വറുത്തൊഴിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് വേറെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് ഒതുക്കുക, പാത്രം എല്ലാം കഴുകുക, ഇതൊക്കെയാണ്. എന്നാൽ നമുക്ക് എന്ത് കറി വെക്കും എന്ന് ചിന്തയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കൂട്ടുകാരെ, ടാറ്റാ.